PSC എക്സാംസ് ടുഡേ ഇന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ. PSC കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ മോട്ടിവേഷനെ പറ്റി പറഞ്ഞു കേൾക്കുന്നത് PSCയുടെ കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ്. പക്ഷേ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലല്ല. മോട്ടിവേഷൻ, സൈക്കോളജിയിൽ മോട്ടിവേഷൻ എന്നുള്ള വിഷയമുണ്ട്. ഹൈസ്കൂൾ അധ്യാപകർ ടീച്ചർക്ക് അതിൻ്റെ സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ. ആ വിഷയത്തെ അധികരിച്ചുള്ള ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജം അഭിപ്രേരണയാണ്. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ പ്രേരണ എന്നത് പ്രവർത്തനം തുടങ്ങാനും കാര്യക്ഷമമായി തുടരാനും ലക്ഷ്യപ്രാപ്തിയിലെത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക അവസ്ഥയാണ്. അഭിപ്രേരണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിവിധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രേരണയും ഒരു പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന നിരവധി പ്രേരണകളും ഉണ്ടാകാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പട്ടാളക്കാരൻ ചുമതലാബോധം കൊണ്ട് മുങ്ങിമരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തിയെന്നിരിക്കാം. അതേ പട്ടാളക്കാരൻ ചുമതലാബോധം കൊണ്ട് മറ്റൊരു വ്യക്തിയെ തൂക്കുമരത്തിലേറ്റിയെന്നും ഇരിക്കാം. മറ്റൊരവസ്ഥ നോക്കുക. ഒരാൾ പിച്ചക്കാരന് ചില്ലിക്കാശ് കൊടുക്കുന്നത് അയാളെ ഒഴിവാക്കാനുള്ള അമർഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളോടുള്ള അനുകമ്പം ഉണ്ടാകാം. ഇത്തരത്തിൽ നോക്കുക, ഒരു വിവിധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രേരണ ഉണ്ടാകും, ഒരു പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന വിവിധ പ്രേരണകളും ഉണ്ടാകും. ഇനി അഭിപ്രേരണ, മോട്ടിവേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മൂവറെ, MOVRA എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോട്ടിവേഷൻ എന്നുള്ള ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. മൂവറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ മോട്ടിവേഷൻ എന്നുള്ള പദം ഉത്ഭവിച്ചിട്ടുള്ളത്. മോട്ടിവേഷൻ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം അഭിപ്രേരണ എന്നാണ്. അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ അധികം പ്രേരണ എന്ന് സാരം. അധികം പ്രേരണ രണ്ട് വാക്കുകളാണ്. അധികം പ്രേരണ. എന്താണ് ഈ അഭി എന്ന് പറഞ്ഞാൽ? എന്താണ് മലയാളത്തിൽ അഭി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അഭി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വേദിയിൽ നിൽക്കുന്ന നടൻ പ്രേക്ഷകരെ അല്ലെങ്കിൽ ശ്രോതാക്കളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന പ്രക്രിയയ്ക്കാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അഭി എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, പ്രേരണ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, മുന്നോട്ട് നയിക്കുന്ന വാസനാവൈഭവം എന്നാണ് അഭിപ്രേരണ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഏതൊരു വ്യക്തിയെയും മുന്നോട്ട്, ഏതെങ്കിലും ഒരു രംഗത്ത് മുന്നോട്ട് നയിക്കുന്ന വാസനാവൈഭവം. ഇതിന് ഉപോത്ബലമായ ഒരു ചെറിയ കഥ ഞാൻ പറയാം. രാമായണത്തിൽ വനവാസകാലത്ത് പഞ്ചവടിയിൽ നിന്നും സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകും.
ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും കാടായ കാട് മൊത്തം അന്വേഷിക്കും, തിരയും, സീതയെ കണ്ടെത്താനാവില്ല. അവസാനം അവർ സുഗ്രീവ മഹാരാജാവിൻ്റെ അടുത്തെത്തും. സുഗ്രീവ മഹാരാജാവിൻ്റെ അടുത്തെത്തി സീതയെ കണ്ട് എത്തി തെരഞ്ഞു പിടിച്ചു കൊടുക്കാനുള്ള സഹായം അഭ്യർത്ഥിക്കുന്ന അവസരത്തിൽ സുഗ്രീവ മഹാരാജാവ് തൻ്റെ സൈന്യത്തെ, വാനര സൈന്യത്തെ വിളിച്ചു കൂട്ടും. എന്നിട്ട് വാനര സൈന്യത്തെ ഈ ദൗത്യം ഏർപ്പിക്കും. ഇന്നേക്ക് 30 ദിവസത്തിനകം സീതയെ കണ്ടുപിടിച്ച് ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കണം. അതാണ് സുഗ്രീവൻ്റെ ആജ്ഞ. സൈന്യത്തിലെ 4ആയിട്ടങ്ങ് തിരിക്കും, 4 ദിശയിലേക്ക് അയക്കും. അതിൽ തെക്കോട്ട് പോകുന്ന സൈന്യം സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായ ബാലിയുടെ മകൻ അംഗദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യമാണ് തെക്കോട്ട് പോകുന്നത്. തെക്കോട്ട് പോകുന്ന സൈന്യം കാടും മേടും കുണ്ടും കുഴിയുമെല്ലാം തെരഞ്ഞ് വിന്ധ്യാപർവ്വതവും കടന്ന് മഹേന്ദ്രപുരിയും കഴിഞ്ഞ് തെക്കേ അറ്റം നോക്കുമ്പോൾ പിന്നെ കടലാണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ്. പിന്നെ തെക്കോട്ട് പോകാൻ വയ്യ. ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടു എന്ന് പറഞ്ഞ പോലെ ഉള്ള അവരവസ്ഥയാകും ഈ വാനരന്മാർ അവിടെ കണ്ട ഒരു ഗുഹാമുഖത്ത് കൂടിയിരുന്ന് കരയാനും പറയാനും തുടങ്ങി. ഇനി എന്താ ചെയ്യുക? കുറേ ദിവസമായിട്ട് തെരഞ്ഞ് യാത്ര തുടങ്ങിയിട്ട് ക്ഷീണവും. അങ്ങനെ വാനരന്മാരിങ്ങനെ പദം പറഞ്ഞ് കരയുന്ന അവസരത്തിൽ ആ ഗുഹയ്ക്കകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന സമ്പാദി എന്ന പക്ഷി, ആരാ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കുന്നു, മനുഷ്യനല്ലല്ലോ പക്ഷി. അങ്ങനെ സമ്പാദി വന്ന് ഗുഹാമുഖത്ത് നോക്കുമ്പോൾ കുറേ വാനരന്മാരിങ്ങനെ ഇരുന്ന് വട്ടം കൂടിയിരുന്ന് കരയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്താ കാര്യം? സമ്പാദി വാനരന്മാരോട് ചോദിച്ചു. അപ്പോൾ വാനരന്മാർ സമ്പാദിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ സീതയെ അന്വേഷിച്ചിറങ്ങിയതാണ്, ഇതുവരെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സമ്പാദി തൻ്റെ ചക്ഷുസ്, തൻ്റെ കഴുത്തൊന്ന് നിവർത്തി പവർഫുള്ളായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ചുറ്റുവട്ടം ഒന്ന് നോക്കി. എന്നിട്ട് സമ്പാദി പറഞ്ഞു, വിഷമിക്കണ്ട, ഇതാ ഇവിടെ ഇരിപ്പുണ്ടല്ലോ സീത. ലങ്കയിലെ അശോകവനിയിലെ ശിംശിഭാവൃക്ഷച്ചുവട്ടിൽ ഇരിക്കുകയാണ് സീത. അല്ല, സീത കരയുകയാണല്ലോ, രാക്ഷസിമാരുടെ നടുവിലാണല്ലോ സീതയുടെ ഇരിപ്പ്. അപ്പം ഇനി ആരാണ് ലങ്കയിൽ പോയി സീതയെ കൂട്ടിക്കൊണ്ടുവരിക? അപ്പോൾ അതിനുള്ള ഒരു ചർച്ചയായി വാനരന്മാർ. അപ്പോൾ ഒരു വാനരൻ പറഞ്ഞു, ഞാൻ 40 യോജന ചാടാം. വേറൊരു വാനരൻ പറഞ്ഞു, ഞാൻ 64 യോജന ചാടാം. ഈ സമുദ്രത്തിൻ്റെ വീതി 100 യോജനയാണ്. 100 യോജന വീതിയുള്ള സമുദ്രത്തിൽ 40-64 യോജനയൊക്കെ ചാടിയവൻ്റെ അവസ്ഥ നമുക്കറിയാൻ കഴിയുമല്ലോ. അപ്പോൾ അവസാനം നേതാവായ അംഗദൻ പറഞ്ഞു, എല്ലാ ശക്തിയും എടുത്ത് ചാടിയാൽ ഞാൻ 100 യോജന ചാടാം. അപ്പോൾ വാനരന്മാർക്കെല്ലാം സന്തോഷമായി. പക്ഷേ അംഗദൻ പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് 100 യോജന ചാടിയെന്ന് പറഞ്ഞാൽ ആ ശക്തിയോടുകൂടി എനിക്ക് തിരിച്ചു ചാടാൻ കഴിയില്ല, അപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഇവർ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോൾ ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ അങ്ങ് മൂലയ്ക്ക് ഒരു വാനരൻ കൂനിക്കൂടിയിരുന്ന് ഉറങ്ങുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വാനരനുണ്ട്. അയാളുടെ പേര് ജാംബവാൻ എന്നാണ്. ജാംബവാൻ പോയി വിളിച്ചെടുത്ത്, എടോ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ? പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ, ലങ്കയിൽ ആരാണ് പോകുന്നതെന്നാണ് ചർച്ച ചെയ്യുന്നത്. വാനരന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ലങ്കയിൽ പോകാനുള്ള കഴിവുള്ളവരുള്ളൂ. അത് നീയാണ്, നീ മാത്രമാണ്. നീ അഞ്ജനയുടെ പുത്രനാണ്, നീ വായുവിൻ്റെ പുത്രനാണ്. നീ ജനിച്ച അവസരത്തിൽ നീ പ്രഭാത സമയത്തിലാണ്, സൂര്യോദയ സമയത്താണ് നീ ജനിച്ചത്. അപ്പോൾ സൂര്യൻ ജ്വലിച്ചു വരുന്ന കണ്ടുണ്ടേ നീ എന്തോ പഴമാണെന്ന് കരുതി അന്ന് ചാടിയത് 500 യോജനയാണ്. അപ്പോഴാണ് ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വജ്രായുധം കൊണ്ട് വെട്ടിയതും നിൻ്റെ മൂക്ക് മുറിഞ്ഞതും ചുണ്ട് മുറിഞ്ഞതും നിനക്ക് ഈ പേര് വന്നതും. നിനക്ക് ഈ പേര് കിട്ടിയത് അങ്ങനല്ലേ? ഹനുമാൻ എന്ന പേര് കിട്ടിയത് പോലും അങ്ങനെയാണ്.
അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ജാമ്പവാൻ ഹനുമാനെ ഉറങ്ങിക്കിടന്ന ഹനുമാനെ വിളിച്ചുണർത്തി പറഞ്ഞ് വീര്യമെല്ലാം കയറ്റി വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും എഴുത്തച്ഛൻ മനോഹരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുണ്ട്. ഹനുമാൻ ശ്രീലങ്കയിലേക്ക് ചാടാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു രംഗം. ഹനുമാൻ ചാടി. ഹനുമാനാണ് ചാടിയത്. ശ്രീലങ്കയിൽ ചാടിയെത്തി. ചാടിച്ചതോ ജാമ്പവാൻ. ഇതിനെയാണ് ജാമ്പവധർമ്മം എന്ന് പറയുന്നത്. വ്യക്തികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ, സിദ്ധിവിശേഷങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഉണർത്തി അവരെ ഉന്മേഷവാന്മാരാക്കി പ്രവർത്തന നിരതരാക്കുക. അതാണ് മോട്ടിവേഷൻ കൊണ്ട് നേടേണ്ടത്. ജാമ്പവൻ നിർവഹിച്ച ധർമ്മം അതാണ്, ജാമ്പവധർമ്മം. ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കഥ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. കൗരവപക്ഷത്തെ നേതൃത്വം നൽകിയിരുന്ന മഹാന്മാരായിട്ടുള്ള പലരും തറപറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ദ്രോണർ മരിച്ചു, ഭീഷ്മർ ശരശയ്യയിലായി. കൗരവ സൈന്യത്തെ നയിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ കൗരവരുടെ ഏറ്റവും മൂത്തവനായ ദുര്യോധനൻ സന്ധ്യാസമയത്ത് കർണൻ്റെ കൂടാരത്തിലെത്തി. കർണ, ചങ്ങാതി, നാളെ സൂര്യോദയ സമയത്ത് കൗരവ പടമയെ നയിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കർണൻ പറയും, എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വീര്യം, ശൂരം, പരാക്രമം, വിക്രമം, ഇതിലെല്ലാം ദീർഘവീക്ഷണം, ഇതിലെല്ലാം അർജുനൻ എന്നോടൊക്കുകയില്ല. മനസ്സിലായല്ലോ, അത്രമാത്രം അതിസാമർഥ്യം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ തേര് തെളിക്കാൻ പറ്റിയ ഒരാളിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അർജുനൻ്റെ തേര് തെളിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. എൻ്റെ തേര് തെളിക്കാൻ പറ്റിയ ഒരാളിനെ കണ്ടെത്തി തരൂ എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനൻ ചോദിക്കുന്നു, ആരാണ് തേര് തെളിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ സാമർഥ്യമുള്ളത്? അപ്പം കർണൻ പറയുന്നുണ്ട്, അശ്വവിദ്യയിൽ ശ്രീകൃഷ്ണനെ പോലും വെല്ലുന്ന ഒരു വ്യക്തിയുണ്ട്, ശല്യർ. ആ ശല്യരെ എന്നെ തേരാളിയാക്കി നിയമിച്ചാൽ മതി. അപ്പോൾ ദുര്യോധനൻ ശല്യരുടെ ടെൻറ്റിലെത്തും. ശല്യരോട് പറയും, അമ്മാവ, നാളെ സൂര്യോദയ സമയത്ത് കർണൻ്റെ തേരാളിയായിരിക്കണം. അപ്പോൾ ശല്യരത് സ്വീകരിക്കും. പക്ഷേ ശല്യർ ഒരു കാര്യം കൂടി പറയും, നിനക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും പ്രശ്നമില്ലെങ്കിൽ ഞാൻ തേരാളി ആയിക്കൊള്ളാം. അടുത്ത ദിവസം സുപ്രഭാതത്തിൽ സൂര്യോദയത്തിനു മുമ്പ് കർണൻ്റെ തേരാളിയായി അതാ ശല്യർ ചാർജ് എടുത്തു കഴിഞ്ഞു. അശ്വങ്ങളുടെ കടിഞ്ഞാണ് ഏറ്റെടുത്തിട്ട് പുറകോട്ടൊന്ന് നോക്കി തേരിലിരിക്കുന്ന കർണനോട്, എന്നിട്ട് കർണനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, കർണ, എടോ, അർജുനൻ്റെ വില്ല് കൊലച്ചിങ്ങനെ വിടുമ്പോഴുള്ള ഒരു ശബ്ദമുണ്ടല്ലോ, വില്ലൊളി, വില്ലിൻ്റെ ആ ഒരു ശബ്ദം, കടിഞ്ഞാൺ പിടിച്ചു വിടുമ്പോഴുള്ള ശബ്ദം ഇടിവെട്ടുന്ന പോലാണ്. അപ്പം മറുത്തൊന്നും പറയാതെ കർണൻ പറയും, തേര് മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പോൾ തേര് മുന്നോട്ട് ഉരുളാൻ തുടങ്ങും. കുറച്ച് തേര് മുന്നോട്ട് ഉരുണ്ട് കഴിയുമ്പോൾ വീണ്ടും കർണൻ തേരൊന്ന് സ്ലോ ചെയ്തിട്ട്, ശല്യർ തേര് ഒന്ന് സ്ലോ ചെയ്തിട്ട് കർണനോട് വീണ്ടും ചോദിക്കും, കർണ, മന്ദബുദ്ധികളായിട്ടുള്ള ചില കുട്ടികൾ കൃഷ്ണസർപ്പത്തിൻ്റെ അളയിൽ മാളത്തിൽ പോയി കമ്പിട്ടിളക്കി കളിക്കാറുണ്ട്. നിൻ്റെ ഈ പ്രവൃത്തിയോ അതുപോലുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോഴും മറുത്തൊന്നും പറയില്ല കർണൻ പറയും, കുരുക്ഷേത്ര ഭൂമി ലക്ഷ്യമാക്കി തേര് തെളിക്കാൻ പറയുമ്പോൾ ശല്യർ കുരുക്ഷേത്ര ഭൂമി ലക്ഷ്യമാക്കി തേര് തെളിക്കും. കുരുക്ഷേത്ര ഭൂമിയിൽ എത്താറാകുന്നുണ്ടേ കർണൻ വീണ്ടും സ്ലോ ചെയ്തിട്ട്, ശല്യർ വീണ്ടും സ്ലോ ചെയ്തിട്ട് കർണനോട് ചോദിക്കും, കർണ, സമയം വൈകിട്ടില്ല,
വേണമെങ്കിൽ ഇനിയും നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ കർണൻ ശല്യരോട് പറയും, അർജുനൻ്റെ തേരിനെ ലക്ഷ്യമാക്കി വിടാൻ പറയും. അങ്ങനെ തേര് കുരുക്ഷേത്രത്തിലെത്തി. ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേര്, അർജുനൻ ഇരിക്കുന്ന തേര് ദൂരെ കാണുമ്പോൾ തന്നെ ശല്യര് കർണനിരിക്കുന്ന തേര് അവിടെ അങ്ങ് നിർത്തും. എന്നിട്ട് ശല്യര് തേരിൽ നിന്നിറങ്ങി ശത്രുപക്ഷത്തെ അർജുനൻ്റെ തേരിനെ, ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിനെ ലക്ഷ്യമാക്കി നടന്ന് അവിടെ പോയെന്ന് സാഷ്ടാംഗം ഒന്ന് നമസ്കരിക്കും. ചുരുക്കി പറഞ്ഞാൽ വീരശൂര പരാക്രമിയായ, യുദ്ധം ചെയ്യാനുള്ള ആ ഗാംഭീര്യത്തോടു കൂടി നിന്നിരുന്ന കർണനെ പറഞ്ഞൊരു നിർവീര്യനാക്കുന്ന ഒരു ചിത്രം നമുക്ക് മഹാഭാരതത്തിൽ കാണാം. മോട്ടിവേഷനെതിരാണത്. അതാണ് മോട്ടിവേഷനെതിരായിട്ടുള്ള ഒരു ധർമ്മം. നമ്മുടെ ക്ലാസ്സുകളിൽ പല അധ്യാപകരും നിർവഹിക്കുന്ന ഒരു ധർമ്മവും അതുതന്നെയാണ്. ഡോണ്ട് ടോക്ക്, സൈലൻസ് പ്ലീസ്. ഏതായാലും ഒരു ഹീറോയെ സീറോ ആക്കുന്ന ഒരു ചിത്രം, അതാണ് ശല്യധർമ്മം. ഈ ശല്യധർമ്മം ഒഴിവാക്കി ജാംബോധർമ്മം എല്ലാ അധ്യാപകരും സ്വീകരിക്കേണ്ടതാണ്. ഇനി അഭിപ്രേരണയുടെ പ്രാധാന്യം എന്താണ്? അഭിപ്രേരണയ്ക്ക് ദി ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. അഭിപ്രേരണ പഠനബോധന പ്രക്രിയയുടെ മുഖ്യ ഘടകമാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അത് പഠനത്തിനുള്ള ശ്രമം തുടങ്ങാനും നിലനിർത്താനും ലക്ഷ്യപ്രാപ്തിയിലെത്താനും അഭിപ്രേരണ സഹായിക്കുന്നു. പഠിതാക്കൾ അഭിപ്രേരിതരായാൽ മാത്രമേ പഠനം കാര്യക്ഷമവും ഉല്ലാസപ്രദവും ആവുകയുള്ളൂ. അഭിപ്രേരണയാണ് പഠനത്തിൻ്റെ ജീവൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കൊച്ചു കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക. മോട്ടിവേറ്റഡ് ലേണിംഗ് ആണത്. എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ആ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ച് നോക്കണം. അവൻ്റെ എല്ലാ ശ്രദ്ധയും സൈക്കിൾ ഓട്ടത്തിലായിരിക്കും. കൂടെ മറിഞ്ഞു വീണെന്നിരിക്കും. മറിഞ്ഞു വീഴുന്നൊന്നും അവനൊരു പ്രശ്നമേ അല്ല. തുടച്ച് കൈകാലുകളൊക്കെ തുടച്ച് മണ്ണും പൊടിയൊക്കെ തട്ടി തളഞ്ഞ് വീണ്ടും സൈക്കിൾ ഓടാൻ തുടങ്ങും. അവൻ്റെ പൂർണ്ണ ശ്രദ്ധയോടുള്ള ഊർജം മുഴുവൻ ചെലവാക്കി അതിനുവേണ്ടി അവൻ ശ്രമിക്കും. പരാജയങ്ങളെയൊക്കെ അവൻ തൃണവൽക്കരിക്കും. ഒരു രീതി വിജയകരമായില്ലെങ്കിൽ വേറൊരു രീതി അവൻ പരിശ്രമിക്കും. സൈക്കിൾ ഓടിക്കാൻ പഠിക്കും വരെ പഠിതാവിന് അസ്വസ്ഥതയാണ്. പഠിച്ചു കഴിയുമ്പോൾ സ്വാസ്ഥ്യവും സന്തോഷവും അനുഭവപ്പെടും. നല്ലൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് തുടങ്ങും മുമ്പ് പഠിതാക്കളിൽ അദ്ദേഹം അഭിപ്രേരണ ഉണർത്തും, വളർത്തും. അതിൽ അധ്യാപകൻ വിജയിച്ചാൽ അധ്യാപകൻ്റെ ബോധനത്തിൻ്റെ പകുതി ഭാരം കുറഞ്ഞു എന്ന് ചുരുക്കം. അത് പഠിതാവിൽ ഊർജം പകർന്നു നൽകുന്നു. ഒരു യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിന് ഇന്ധനം എത്രമാത്രം ഒരു മുന്നുപാധിയാണോ അതേപോലെയാണ് പഠനത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രേരണ. ഇറ്റ്സ് എ പ്രീ റിക്വസിറ്റ്. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. മോട്ടിവേഷൻ ഈസ് ദി പ്രീ റിക്വസിറ്റ് ഫോർ ലേണിംഗ്. പഠനത്തിൻ്റെ ഒരു മുന്നുപാധിയാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്നത്. ഇനി നമുക്ക് ഗിൽഫോർഡിൻ്റെ ഒരു മോട്ടിവേഷൻ സൈക്കിളുണ്ട്. അതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. ഗിൽഫോർഡ്സ് മോട്ടിവേഷൻ സൈക്കിൾ. ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അഭിപ്രേരണ ജനിക്കുന്നത്. ഈ ആവശ്യം, ഈ നീഡ് ജീവിയെ ചലിപ്പിക്കുന്നു, മോട്ടീവ് ഉണ്ടാക്കും. നീഡ് ജനറേറ്റ് മോട്ടീവ്. അതായത് മനുഷ്യൻ്റെ ആവശ്യമാണ് അവനിൽ ചലനം ഉണ്ടാക്കുന്നത്. ആ ചലനം, ആ മോട്ടീവ് വിൽ ക്രിയേറ്റ് ടെൻഷൻസ്. അസ്വാസ്ഥ്യം ഉണ്ടാക്കും, വ്യക്തിയിൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കും.
അസ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക് പിരിമുറുക്കം. അതാണ് ടെൻഷൻ, അസ്വാസ്ഥ്യം അല്ലെങ്കിൽ പിരിമുറുക്കം. ദാറ്റ് വിൽ ലീഡ് ടു ആക്ഷൻ. അതാണ് വ്യക്തിയെ പ്രവർത്തന നിരതനാക്കുന്നതാണ്. ദാറ്റ് വിൽ ലീഡ് ടു ആക്ഷൻ. വ്യക്തിയെ പ്രവർത്തന നിരതനാക്കും. അത് ദാറ്റ് ആക്ഷൻ വിൽ റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ആക്ഷൻ വിൽ റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷൻ. ഒരു മാങ്ങ പഴുത്ത നല്ല ഒരു മാങ്ങ കഴിച്ചു, ഒരു സംതൃപ്തി തോന്നി. ആ സംതൃപ്തി എഗെയിൻ വിൽ ലീഡ് ടു നീഡ്. വീണ്ടും മാങ്ങ കഴിക്കണമെന്നുള്ള മോഹം ഉണ്ടാവും. വീണ്ടും മാങ്ങ കഴിക്കാനുള്ള മോഹം ഉണ്ടാവും. ആ മോഹം ജനറേറ്റ് മോട്ടീവ്, ആ വ്യക്തിയെ ചലിപ്പിക്കും. ദാറ്റ് ക്രിയേറ്റ്സ് ടെൻഷൻ, അസ്വാസ്ഥ്യം സൃഷ്ടിക്കും, വ്യക്തിയിൽ പിരിമുറുക്കം ഉണ്ടാക്കും. ആ പിരിമുറുക്കം ദാറ്റ് വിൽ ലീഡ് ടു ആക്ഷൻ, പ്രവർത്തനത്തിലേക്ക് നയിക്കും. പ്രവർത്തനം വിൽ റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷൻ. ആക്ഷൻ ആകട്ടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയിൽ കലാശിക്കും. ആ സംതൃപ്തിയിൽ നിന്ന് വീണ്ടും ആവശ്യം ഉടലെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് മോട്ടിവേഷൻ സൈക്കിൾ എന്ന് പറയാൻ കാര്യം ഇതാണ്. മോട്ടിവേഷൻ, ഗിൽഫോർഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ മോട്ടിവേഷൻ സൈക്കിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ചിന്തിക്കാനുള്ളത്, മോട്ടിവേഷൻ പലതരത്തിലുമുണ്ട്. ഈ മോട്ടിവേഷൻ ക്യാൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു. വൺ ഈസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ and another is extrinsic motivation. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായ പ്രേരണ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രേരണ. ഇങ്ങനെ പ്രേരണയെ രണ്ടായിട്ട് തരംതിരിക്കാം, ബാഹ്യപ്രേരണയെന്നും ആന്തരിക പ്രേരണയെന്നും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായ പ്രേരണ. അത് വേറൊരു പേരിലും അറിയപ്പെടും, നൈസർഗികമായ പ്രേരണ എന്നും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആന്തരികമായ പ്രേരണയ്ക്ക് പറയും നൈസർഗികമായ, ഒറിജിനലായിട്ടുള്ള പ്രേരണ, നൈസർഗികമായ പ്രേരണ. മറ്റേതോ കൃത്രിമമായി ഉണ്ടാക്കുന്ന പ്രേരണയാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന പ്രേരണയാണ്. സോ ഐ ഷാൽ റിപ്പീറ്റ്. Motivation can broadly classified into two: intrinsic motivation and extrinsic motivation. Intrinsic motivation എന്ന് പറഞ്ഞാൽ ആന്തരികമായ പ്രേരണയെന്നും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രേരണയെന്നും. ആന്തരികമായ പ്രേരണയ്ക്ക് മറ്റൊരു പേരുണ്ട്, നൈസർഗികമായ പ്രേരണ. അതുപോലെ ബാഹ്യമായ പ്രേരണയ്ക്ക് പറയുന്ന പേരാണ് കൃത്രിമ പ്രേരണ. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ രണ്ട് സന്ദർഭങ്ങൾ പറയും. നിങ്ങളത് കേട്ടിട്ട് ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഏതിലാണ് മോട്ടിവേഷൻ ഉള്ളത് എന്ന് കണ്ടെത്തണം. രണ്ടാമതൊരു കാര്യം കൂടെ ചെയ്യണം. മോട്ടിവേറ്റിംഗ് ഫാക്ടർ, അഭിപ്രേരണ ജനിപ്പിക്കുന്ന ഘടകം ഏത് എന്നും നിങ്ങൾ കണ്ടെത്തണം. ആർ യു റെഡി? So let us start. ഒട്ടും വിശപ്പില്ലാത്ത ഒരു കുട്ടി, തനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നു. അതാണ് ഒന്നാമത്തെ സന്ദർഭം. ഒരിക്കൽ കൂടി പറയാം. ഒട്ടും വിശപ്പില്ലാത്ത കുട്ടി, അവന് തീരെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നു. ഒന്നാമത്തെ സന്ദർഭം അതാണ്. ഇനി രണ്ടാമത്തെ സന്ദർഭം, വിശന്ന് ആർത്തനായ ഒരു കുട്ടി, അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ആർത്തിയോടുകൂടി വാരി തിന്നുകയാണ്. ഇതാണ് രണ്ടാമത്തെ സന്ദർഭം. വിശന്ന് ആർത്തനായിട്ടുള്ള ഒരു കുട്ടി, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആർത്തിയോടുകൂടി വാരി തിന്നുന്നു. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിലേതിലാണ് അഭിപ്രേരണ ഉള്ളത്?
രണ്ടിലും അഭിപ്രേരണയുണ്ട്. ഒന്നാമത്തതിലെ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധമാണ്. ഒന്നാമത്തെ സന്ദർഭത്തിലെ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധമാണ്. രണ്ടാമത്തെ കോണ്ടസ്റ്റിലെ അഭിപ്രേരണ എന്താണ്? വിശപ്പ്, അത് ഉള്ളിൽ നിന്നുള്ളതാണ്. വിശപ്പ് അത് ഉള്ളിൽ നിന്നുള്ളതാണ്. രണ്ടാമതൊരു പ്രേരക ശക്തിയും കൂടെ ഉണ്ട്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അത് ഇൻട്രിൻസിക് നേച്ചറുള്ളതാണ്. ഈ രണ്ട്, ആദ്യത്തെ സംഭവത്തിലെ പ്രേരണയും രണ്ടാമത്തെ സംഭവത്തിലെ പ്രേരകങ്ങളും പ്രേരക ശക്തികളും ഒരേ സ്വഭാവത്തിലുള്ളതല്ല. ആദ്യത്തെ സംഭവത്തിലെ പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധമാണ്. അത് ബാഹ്യമായിട്ടുള്ള പ്രേരണയാണ്. രണ്ടാമത്തേലോ ഉള്ളിൽ നിന്നുള്ള പ്രേരണയാണ്. പ്രേരക ശക്തികൾ രണ്ടും ഉള്ളിൽ നിന്നുള്ളതാണ്. ഈ പ്രേരക ശക്തികൾക്ക് തമ്മിൽ സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ട്. പരീക്ഷ വന്നു, പുസ്തകം തുറന്നു. പരീക്ഷ കഴിഞ്ഞു, പുസ്തകം അടച്ചു. പരീക്ഷ എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അത് വരികയും പോവുകയും ചെയ്യും. അതിനൊരു സഞ്ചാരി സ്വഭാവമാണുള്ളത്. അത് വരികയും ചെയ്യും, അതുപോലെ പോവുകയും ചെയ്യും. അതേസമയം നൈസർഗികമായിട്ടുള്ള പ്രേരണ അങ്ങനെയല്ല. സിനിമ കാണാൻ ഒരു കുട്ടിയെയും രക്ഷകർത്താക്കൾ അടിക്കേണ്ട, എന്താടാ നീ സിനിമയ്ക്ക് പോകാത്തത് എന്ന് ചോദിച്ച് ഒരു കുട്ടിയെയും രക്ഷകർത്താക്കൾ അടിക്കേണ്ട കാര്യമില്ല. TV സീരിയൽ കാണാൻ ഒരു കുട്ടിയെ അടിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ തുടർന്ന് അതിൻ്റെ പ്രേരണ നിലനിൽക്കും. അതിന് ഇൻട്രിൻസിക്കായിട്ട് നൈസർഗികമായിട്ടുള്ള ഒരു പ്രേരണയുണ്ട്. അതിന് സ്ഥിരമായിട്ടുള്ള പ്രേരണയാണ്. മറ്റേ പ്രേരണ സഞ്ചാരി സ്വഭാവമാണ്. അച്ഛനൊരു അടി കൊടുത്തപ്പോൾ കുട്ടി പഠിച്ചു. അടിയുടെ ചൂട് പോയപ്പോൾ കുട്ടിയുടെ പഠനം നിന്നു. അപ്പോൾ ആ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഒരു സഞ്ചാരി ഭാവമാണ്. അത് വരികയും ചെയ്യും, പോവുകയും ചെയ്യും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നൈസർഗികമാണ്. അതൊരിക്കൽ ഒരിക്കൽ ഉണർന്നു കഴിഞ്ഞാൽ അത് സ്ഥായിയായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. ആന്തരിക പ്രേരണയിൽ സ്വാഭാവികമായ ആവേശവും ഉത്തേജനവും അന്തർഭവിച്ചിട്ടുള്ളതിനാൽ അത് ബാഹ്യപ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ലേണിംഗ് തിയറിയെപ്പറ്റി പറഞ്ഞു. ലേണിംഗ് തിയറി ക്യാൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു: ബിഹേവിയറിസ്റ്റ് തിയറീസ് ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ്. പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ പാവ്ലോവ്, ട്രയൽ ആൻഡ് എറർ തിയറി ബൈ തോണ്ടൈക്ക്, ഓപ്പറന്റ് കണ്ടീഷനിങ് ബൈ സ്കിന്നർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് തിയറീസ്. ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിലേക്ക് വരുമ്പോൾ ജനറ്റിക് എപ്പിസ്റ്റമോളജി ബൈ ജീൻ പിയാഷെ, ഡിസ്കവറി ലേണിംഗ് ബൈ ജെറോം എസ് ബ്രൂണർ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ബൈ ലെവ് വൈഗോസ്കി. These are the three important constructivist theories. ഈ തിയറികൾ പരിശോധിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ബിഹേവിയറിസ്റ്റിനെ സംബന്ധിച്ച് അവർ ബാഹ്യപ്രേരണയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ബിഹേവിയറിസ്റ്റായിട്ടുള്ള സൈക്കോളജിസ്റ്റും ബിഹേവിയറിസ്റ്റ് തിയറീസും എക്സ്ട്രിൻസിക് മോട്ടിവേഷന്, ബാഹ്യമായ പ്രേരണയ്ക്ക് ഊന്നൽ നൽകുമ്പോൾ കൺസ്ട്രക്റ്റിവിസം, ജ്ഞാനനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജ്ഞാനനിർമ്മിതിവാദികൾ ആന്തരികമായ പ്രേരണയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്.
ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ പ്രാധാന്യം ഊന്നൽ നൽകുന്നതാണ്.